ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുടെ നിജസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ചില രേഖകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് വിചാരിക്കുന്ന അപ്പുറമാണ് ADGP അജിത് കുമാറും സുജിത് ദാസും അടക്കമുള്ള സംഘത്തിലെ ആളുകളുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ DGP പോലീസ് ചീഫ് ഒരു SIT ഉണ്ടാക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. SITയുടെ കീഴിൽ നിരവധിയായ അന്വേഷണ സംഘങ്ങൾ പുതുതായി രൂപീകരിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ADGP അജിത് കുമാർ ഈ ചുമതലയിൽ നിന്ന് തെറിക്കുന്നതോട് കൂടിയിട്ട് ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥരും ജനങ്ങളുമൊക്കെ തെളിവുകളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുന്നതിൽ ഞാൻ ഇതുവരെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെയുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. പല വഴിക്കായിട്ട് ഉത്തരവാദിത്ത ആളുകൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് ഞാൻ ഈ പുറത്തുവിടുന്ന കാര്യങ്ങൾ, ഇതിനേക്കാളും വലിയ 2-3 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സാമ്പത്തിക തട്ടിപ്പും കൊള്ളയടിപ്പും MDMA കടത്തും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക മേഖലയിൽ ഇവർ നടത്തിയ കള്ളക്കളികളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷേ രാഷ്ട്രീയമായ അട്ടിമറികൾക്ക് കൂടി ഇവർ കൂട്ടുനിന്നിട്ടുണ്ട്. കേരളം സത്യമറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വക്കും മൂലയെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അധികം വൈകാതെ ബാക്കി തെളിവുകൾ കൂടി കിട്ടുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ അതിപ്രമാദമായ രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയവുമായി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ, ഒരു മുന്നണിയെ, പാർട്ടിയെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള കേസുകൾ അന്വേഷണം നടത്തി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ, ജനങ്ങൾ ഇന്നതായിരിക്കും സത്യമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് വിപരീതമായി അങ്ങനെയല്ല എന്ന് ചില കേസുകൾ അട്ടിമറിക്കപ്പെട്ട് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ അത്തരം കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അന്തം വിട്ട് നിന്ന ചില കേസുകളുണ്ട്. കേസുകളുടെ പേരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയും ADGP അജിത് കുമാറിനെ ആ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സമന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവരുടെ ആത്മവിശ്വാസത്തിന് കുറവ് വരുത്തും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഇതില് ഞാൻ ബഹുമാനപ്പെട്ട എന്റെ മൊഴിയെടുത്ത IG-യോട് കൊടുത്ത മൊഴിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് പുറമെയായി ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മലപ്പുറം പോലീസിലെ ഒരു മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നത്, അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അവകാശ രേഖ, അതുമായി ബന്ധപ്പെട്ടാണെന്ന് ഇതിന്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ ഇതും നൽകാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിവരാവകാശ രേഖയിലെ ചോദ്യം 1,
ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ മലപ്പുറത്തിന് കൊടുത്ത ഒരു വിവരാവകാശ രേഖയാണ്. അതിന്റെ ഡേറ്റ് 19/9/2023. അതിന്റെ ആൻസർ നൽകിയിരിക്കുന്നത് 19/10/23 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 30 ദിവസത്തിനുള്ളിൽ നൽകിയ പരാതിയാണ്, മറുപടിയാണ്. ഇതിൽ ശ്രീ മോഹൻദാസ് GSI സോൻസോ എന്നയാൾ എന്ന് മുതലാണ് മലപ്പുറം വിജിലൻസ് യൂണിറ്റിൽ നിയമിതൻ ആയത്? നിങ്ങൾ ആൻസർ 1/6/2018 മുതൽ 13/2/23 വരെ, ഏകദേശം 5 കൊല്ലം. ചോദ്യം നമ്പർ 2, മോഹൻദാസ് ഏത് യൂണിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോയത്? ആൻസർ മലപ്പുറം ജില്ലാ പോലീസിലേക്കാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മലപ്പുറം ജില്ലാ പോലീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഓർഡറുമില്ലാതെ ഈ സുജിത് ദാസ് നിലനിർത്തുന്നത് 3 ചില്ലാനം വർഷം ഈ സൈബർ ഇന്റർസെപ്ഷൻ നടത്തിയ ഒരു വിഷയമാണിത്. അദ്ദേഹത്തിന്റെ ജോലി ജില്ലാ പോലീസിലാണ്. അതിൽ നിന്ന് ഒരറിവുമില്ലാതെ, വിജിലൻസിന്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് ഈ ജോലി ചെയ്യിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 ഫെബ്രുവരി മാസം മുതൽ എന്നയാൾക്ക് മലപ്പുറം വിജിലൻസിൽ എത്ര GSEകൾ നൽകിയിട്ടുണ്ട്? GSE എന്ന് പറയുന്നത് ഗുഡ് സർവീസ് എൻട്രി. 11 GSE നൽകിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, മോഹൻദാസ് എന്ന ആൾക്ക് 23 മാർച്ച് മാസം വരെ ഏതെല്ലാം ബഹുമതികൾ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് മേധാവിക്ക് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്? ബഹുമതികളുടെ പേര്, ഇനം തിരിച്ച് രേഖപ്പെടുത്തി ലഭ്യമാക്കാമോ? ബഹുമതികൾ ശുപാർശ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ബഹുമതി കിട്ടിയിട്ടുണ്ട്. കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്യാതെയാണ് അതിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് അനലൈസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ ജോലി ചെയ്യാൻ അനുവദിക്കാൻ, അതായത് വിജിലൻസിലുള്ള ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ജില്ലാ പോലീസ് മേധാവിക്ക് അനുവദിക്കാൻ ഏതെങ്കിലും പ്രത്യേക ഉത്തരവ് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉത്തരവിന്റെ പകർപ്പ്. 5, ഇല്ല, ഒരു ഉത്തരവില്ല. വിവരാവകാശ രേഖയാണ്. ഫിറോസ് M. ഷഫീഖ്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, കറപ്ഷൻ ആൻഡ് ആന്റി ക്രൈം അഡ്മിനിസ്ട്രേഷൻ. ഈ 5 ലഭ്യമാക്കുകയില്ല. ആറാമത്തെ ചോദ്യം, എന്നയാൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ 2023 മാർച്ച് മാസം വരെ മലപ്പുറം വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടോ? മറ്റേ ജില്ലാ പോലീസാണ് ചോദിച്ച്. ബഹുമതികളുടെ പേര്, ഇനം. 6 ഗുഡ് സർവീസ് എൻട്രി ഒഴികെ മറ്റു ബഹുമതികൾ ലഭിച്ചിട്ടില്ല. ഏഴാമത്തെ ചോദ്യം, മോഹൻദാസ് എന്ന ആൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ 2023 മാർച്ച് മാസം വരെ മലപ്പുറം ജില്ലാ വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സേവനം ചെയ്യാൻ വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചിരുന്നോ? ഏഴാമത്തെ ചോദ്യം, ഇല്ല. എട്ടാമത്തെ ചോദ്യം, മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും 32 ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി, ആൻസറാണ്, ഇല്ല. എട്ടാമത്തെ ചോദ്യം, 8 ചോദ്യമാണ് ഇതിൽ മൊത്തമായിട്ടുള്ളത്. ശ്രീ മോഹൻദാസ് എന്ന ആൾക്ക് 2021 ഫെബ്രുവരി മാസം മുതൽ മാർച്ച് 23 വരെ വിജിലൻസിൽ ജോലി ചെയ്ത ബഹുമതികൾ ഏതെല്ലാം? പോലീസ് ഡിപ്പാർട്ട്മെന്റ്. വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും 32 ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട്. വിജിലൻസ് എടുത്ത പേരൊന്നുമില്ല, കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പേരില്ല, ജില്ലാ പോലീസ് അറിയിക്കുക. ആരെ? സുജിത് ദാസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഗുഡ് സർവീസ് എൻട്രി, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്. ഈ വ്യക്തിയെ ഈ പറയുന്ന ഇന്റർസെപ്ഷന് ഫോണുകൾ ചോർത്താൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ അന്വേഷിക്കേണ്ടതാണ് നമ്മളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇനി മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം,
അതിൽ നിന്ന് ഫോൺ ചോർത്തിയ മറ്റു വിഷയങ്ങൾ, അതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. അത് ഇനിയിപ്പോ ഇവര് പരിശോധിക്കണം. ആരും ഉത്തരവില്ല. അദ്ദേഹം ASI ആണെന്ന് തോന്നുന്നു. ASI ആയിട്ടുണ്ടാവണം ഒരുപക്ഷെ. ഇപ്പൊ എന്താണ് ഇതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതൊരു വാർത്ത ആരോ എൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം അന്വേഷിച്ചിട്ട് തെറ്റാണെങ്കിൽ MLA പേരിൽ കേസ് എടുക്കണം. എടുത്തോട്ടേന്ന്. ഞാൻ ഒരു കേസും എനിക്കെതിരെ വരില്ല എന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല അതിന് ഇറങ്ങിയിട്ടിട്ടുള്ളത്. എനിക്ക് നിരവധി അനവധിയായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നെ കൊടുക്കാൻ ഇവർ നോക്കും, ഇവനെ കുരുക്കാൻ നോക്കും, കള്ളക്കേസുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് കാണുമെന്നാ എന്നെ കുറിച്ചുള്ള ആദ്യം എന്താ ചെയ്തത്? ആ പോലീസ് ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോ പറഞ്ഞത്, നിങ്ങളോടെന്താ പറഞ്ഞത്? ചോദിക്കൂ കഴിഞ്ഞ ചോദിക്കൂ. ഒരു ADGPയുടെ പെർഫോമൻസ് ആ പോലീസ് സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടതാ? കഴിഞ്ഞു. ഞാൻ ഉത്തരം പറയാം. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ പരാതികളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്വേഷിക്കാൻ ഞാൻ എഴുതി കൊടുക്കും. കഴിഞ്ഞില്ലേ? ഏതാവും സാധനം? ഏതാണ്? ഇപ്പൊ എന്താ ഇത്? ആളുകളുടെ മൈൻഡ് തിരിക്കുക. അന്ന് കേട്ടവനൊക്കെ തോന്നി, ഓ തിരക്കടില്ലല്ലോ, ഇയാളെന്നെ പറയാം എന്നെ കുറിച്ച് അന്വേഷിച്ചത്. പാവം അല്ലേ? ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്. ഇന്നിപ്പോ എന്താ? ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ MLAയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം. ആയിക്കോട്ടെ. അത് കേൾക്കുമ്പോൾ എന്താ വന്ന, ഓ അയാൾ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയൂ അല്ലേ? ഇതാണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ്. ഈ രീതിയിൽ ഇതിനെ തിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇനി ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ PV അൻവറിനെ കുരുക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയണം, ഈ തെളിവുകൾ PV അൻവറിന്റെ കയ്യിലൊന്നുമല്ല. നാളെ PV അൻവറിന് എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല. അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ ഇവരില്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഈ എയറിൽ ഇങ്ങനെ പല ഭാഗത്തും ഉണ്ടാകും. ആ സാധനം തിരിച്ചു വരും. ഇങ്ങനെയുണ്ട് ഒരു കളി. ഇതിനൊരു പരിധിയില്ലേ? എല്ലാ പരിധിയും ലംഘിച്ചിട്ടുണ്ട്. എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും. ഇത് ഒട്ടനവധി ചെറിയ മീനുകളുണ്ട്. അപ്പോ ഇനി വരുന്നത് ഇതിലേറെ പ്രമാദമായ വിഷയത്തിലേക്കാണ്. ഫോണിന്റെ ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം, 2 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട IG-ക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം അതാണ്. മാവോയിസ്റ്റുമാർ UAPA ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്, ഇന്റർനെറ്റ്, ഇമെയിലുകൾ, ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും പരിമിതമായ എന്താ പറയാ ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗൽ അതിൽ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റേറ്റ് ഉണ്ട്. സൂചിപ്പിച്ചതുപോലെ ഈ സംവിധാനത്തോട് ഇന്ന ആളുകളുടെ ഫോൺ ചോർത്താൻ ആവശ്യപ്പെടാം. അപ്പൊ അതില് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെറിയ തെറ്റുകളുണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ. ഇവിടെ ഒരു ATS സംവിധാനം, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്, അതിന്റെ കീഴിലാണ് ഈ മാവോയിസ്റ്റ് വരുന്നത്. അത് സെൻട്രലിന്റെയും കൂടി ചെറിയൊരു ഒബ്സർവേഷനുള്ള ഏരിയയാണ്. അതിന്റെ 2 കേന്ദ്രമേ ഉള്ളൂ. കോഴിക്കോട്, വയനാട് എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് കേന്ദ്രം എറണാകുളമാണ്. 2 നമ്മുടെ അരീക്കോട് പഴയ MSP ക്യാമ്പ്. ഇന്ന് MSPക്കാർ അവിടെ ഇല്ല. അവിടെ ഉള്ളത് ഈ പറയുന്ന ATSന്റെ
സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് SGO. അവിടെയാണ് ഈ ഇന്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ഒരാളുമായി ബന്ധമില്ലാതെ MSP ഗ്രൗണ്ടിന്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറം SP സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്ന് തൊട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ 3 ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ 3 ആളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ആരെ ഫോണും ചോർത്താണ്. കോടികൾ മുടക്കിയ ന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ എൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന് ഒരു പരിധി വേണം കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ പറഞ്ഞതാ. അപ്പൊ ഞാൻ ചിരിക്കും. അപ്പോൾ എനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. ദുബായിലെ ഈ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു ടീമില് ഈ കരിയർമാരുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കിടന്ന സ്വർണം 10 ചില്ലാനം കിലോ ഉണ്ട്. ഈ പറയുന്ന ADM എന്താ പറയാ ഡാൻസർ ഗ്രൂപ്പ് പുറത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് അവരെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ഇതുവരെ കേസ് ബുക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഒന്നായിട്ട് വിഴുകുന്ന കേസാണ് പറയുന്നത് കേട്ടോ. കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആദ്യം നന്നായി ഒന്ന് ഒതുക്കും. അങ്ങനെയാണല്ലോ, ജയിലിലേക്ക് ഒരു പ്രതി വരുമ്പം ഇപ്പം വളരെ കുറവാണ്, ഇല്ലാതെ തന്നെ ഉണ്ട്. ആദ്യം ജയിൽ വാർഡന്മാർ നാട് ഇട്ടിടിക്കും, അതോട് കൂടിയിട്ട് വരുന്നതിന്റെ കഥ കഴിയും. ഏത് പോക്കിരിയാണെങ്കിലും ഓനൊന്ന് ഒതുക്കും. വാർഡന്മാർ ഒന്നുമില്ല, വെറുതെ ഇടിക്കുക, മൂലക്കലാക്കിയിട്ട് ഓനൊന്നും എന്താ പറയാ, ഓനെ മാനസിക ശക്തി ഒന്ന് തകർക്കും. അത് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു ഓപ്പറേഷന്റെ ഒരു ഭാഗം അവന്റെ മുറയിൽ തകർക്കുക എന്ന് പറഞ്ഞതുപോലെ ഏത് കേസ് പിടിച്ചാലും ഇവന്റെ സ്വർണം തട്ടാൻ തന്നെ അവർ നിൽക്കുന്നത്. പക്ഷെ ആദ്യം ഒന്ന് ഇടിച്ച് പരിവാക്കും. അങ്ങനെ ഈ കാരിയറെ നന്നായി ഇടിച്ച് ഒന്ന് മൂലക്കലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവന് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു, കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് പിന്നെ നെഗോസിയേഷനാണ്. എന്താ നെഗോസിയേഷൻ? നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ തരാം, ഈ കാര്യങ്ങൾ പുറത്തു പറയരുത്, നിനക്ക് വേണ്ട സംരക്ഷണം ഞങ്ങൾ നൽകും. ഇവന് സ്ട്രോങ് ആയിട്ട് തയ്യാറായില്ല. ഇവന് കുറച്ച് കരുത്തില്ല ഒരു കരിയറായിരുന്നു. അവൻ പറഞ്ഞു, ഞാനിത് തന്നാൽ ഇത് എവിടെ പോയി എന്ന് എനിക്കിത് കൊടുത്തു വിട്ടവരോട് എനിക്ക് സമാധാനം പറയേണ്ടതുണ്ട്. തട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഇതിന്റെ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി തരാം. എന്ത്? ഇവനെ ഇറക്കിയിട്ട് ഇതിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള സംവിധാനം അവരുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ആരോ തട്ടിപ്പോയി എന്ന് നീ പറഞ്ഞാൽ മതി, അതിൽ നിനക്ക് പ്രശ്നമില്ല. ഇവ പറഞ്ഞ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ഞാനത് പറയില്ല എന്ന് പറഞ്ഞു. ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി സുജിത് ദാസ് വരികയാണ്. സുജിത് ദാസ് വന്ന്, അപ്പം സുജിത് ദാസ് SP ആണ് എന്നൊന്നും ഈ വന്ന പാസഞ്ചർക്ക് അപ്പം അറിയില്ല. ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്, കണ്ണട വെച്ചിട്ടില്ല. അങ്ങനെ ഇവനോട് പറഞ്ഞു, പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ, നിനക്ക് നല്ലതാണ്, നിനക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നീ പറയുന്നത് ഈ സാധനം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അവരോട് ഉത്തരം പറയാൻ കഴിയില്ലെന്നാണ്. അതിന് നീ പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയി എന്നതിന്റെ കേസ് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഇവൻ വഴങ്ങിയില്ല. അപ്പൊ സുജിദാസ് വണ്ടിയിലുണ്ട്, ലാപ്ടോപ്പ് എടുക്കുന്നു. ഒരു മഫ്റ്റിയിലെ പോലീസുകാരൻ പോയിട്ട് ആ ലാപ്ടോപ്പ് എടുത്തിട്ട് വരും. ആ ലാപ്ടോപ്പ് എടുത്ത് വന്നിട്ട് അവന്റെ മുന്നിൽ വെച്ചിട്ട് ഇവനോട് പറഞ്ഞ ഡയലോഗ്, നിനക്ക് ഞങ്ങളാരാന്നറിയില്ല, ഞങ്ങളെ പിന്നിൽ വലിയ കരുത്തുണ്ട്. ഇവിടെ എല്ലാ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാ ഫോണും ഞങ്ങൾ ചോർത്തുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ ഈ സംസ്ഥാനം ഉണ്ടാവില്ല. ഇവിടെ ഭരണപക്ഷം ഉണ്ടാവില്ല, പ്രതിപക്ഷം ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല. ഇവന് ഡയലോഗാ. ഇവനൊന്നും മനസ്സിലാവുന്നില്ല ഈ കരിയർക്ക്. അങ്ങനെ ലാപ്ടോപ്പ് വെച്ചിട്ട്
ഇവർ ഇന്റർസെപ്റ്റ് ചെയ്ത ഫോൺ കോളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അതിലെല്ലാവരും ഉണ്ട്. BJP നേതാക്കളുണ്ട്, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ട്, ഈ പറയുന്ന മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഇവന് പരിചിതമായ ചില സൗണ്ടുകൾ കേരളത്തില് എല്ലാവർക്കും നമുക്കൊക്കെ അറിയുന്ന ശബ്ദമുണ്ടല്ലോ. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട്. ഈ ടെലിവിഷൻ ചാനലിലെ വലിയ ആങ്കർമാരുടെ പരിചയമുള്ള ശബ്ദങ്ങളുണ്ട്. ഇത് അവന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനത്തെ ഡയലോഗ് എന്താ അറിയോ? മുഖ്യമന്ത്രിന്റെ വീട്ടിൽ അടിച്ചു വാരുന്ന സ്ത്രീന്റെ ശബ്ദം. കൊന്നു നിന്നെ കൊല വിളിക്കും. അങ്ങനെ 3 കിലോ അവന് കൊടുത്തു, 7 കിലോ അവരെ അടിച്ചു മാറ്റി. ഇവൻ സത്യസന്ധനായതുകൊണ്ട് ആ 3 കിലോ അതിന്റെ ഓണർക്ക് തന്നെ കൊടുത്തു. അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ അവിടുത്തെ വലിയ റാക്കറ്റിന്റെ ഭാഗമാണ്. അവർക്ക് പിറ്റേന്ന് സാധനം വരാണ്ട് അവരിത് തുടരുന്ന ആളുകളാണ്. അവരത് സപ്രസ് ചെയ്തു, മിണ്ടിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല. ഈ വിഷയം ഞാൻ അറിയുന്നത് ഇതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഒരു 1.5 മാസം മുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ കോൾ ചോർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. വേറെയും ചില വിവരങ്ങൾ സൈബർ വിങ്ങിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതിനെ കോറിലേറ്റ് ചെയ്യുന്നതാണ് ദുബായിൽ നമ്മുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട സുഹൃത്ത് ഈ വിവരം എൻ്റെ ഒരു ബന്ധുവിനോട് നേരിട്ട് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിങ്ങൾ ഈ ATSന്റെ സംവിധാനം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ. പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് തന്നെ കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിരവധി തവണ പോലീസ് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പോലീസ് ഈ ചെയ്യുന്നത് ശരിയല്ല, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഞങ്ങളാണ് അതിൻ്റെ അതോറിറ്റി, അത് ചെയ്യുന്നില്ല. വെളിയിൽ നിന്ന് സ്വർണ്ണം അവരങ്ങനെ പിടിക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതും റിക്കവറി കൊണ്ടുവരേണ്ടതും പ്രിവെന്റീവ് സെക്ഷനിലാണ്. ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് ADGPക്ക് കത്ത് നൽകിയിട്ടുണ്ട്, നേരിട്ട് ഫോണിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇൻഫർമേഷൻ. ഇതൊക്കെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന കാര്യം ഇവിടെ നമ്മുടെ ഈ പറയുന്ന മാവോയിസ്റ്റ് SOG ഗ്രൂപ്പ് അരീക്കോട് അവിടെ ഇരിക്കുന്ന ഒരു AC ഉണ്ട്. എന്താണ്? അജിത്ത്, അസിസ്റ്റന്റ് കമാൻഡന്റ്, കമ്മീഷണർ അല്ല, കമാൻഡന്റ് ആണ് AC അജിത്ത്. ഈ പറയുന്ന സുജിത് ദാസിന്റെ ഈ ഗ്രൂപ്പിൽപ്പെട്ട നമ്പർ 2 അയാളാണ് ആ 100 ജില്ലാ വരുന്ന കമാൻഡ് ഹൗസിന്റെ എല്ലാം. ഈസ് ദ അസിസ്റ്റന്റ് കമാൻഡന്റ്. സുജിത് ദാസ് ഇരിക്കുന്ന ആ കാലഘട്ടം തൊട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയതാണ്. അതിന്റെ ഹോൾ സൂപ്പർവിഷൻ ഈ കക്ഷിയാണ്. ഇത് ഇന്റർസെപ്റ്റ് ചെയ്യാനിരിക്കുന്ന കക്ഷികളിൽ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തോ? ജിനീഷ് KK, നമ്പർ 56042. ശരത് S, പെൻ നമ്പർ 564544. മൂന്നാമത്തെ കക്ഷി ജയപ്രസാദ്, പെൻ നമ്പർ 561496. ഈ 3 പേരാണ് ഈ എന്താ പറയുക സീക്രട്ട് റൂമിൽ ഇവരാവശ്യപ്പെടുന്ന ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നതും ചോർത്തി കൊടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. അത് അവരുടെ ഡ്യൂട്ടിയാണ്, ജോലിയാണ്. അത് നിയമപരമാണ്, അതാണ് അവരുടെ ജോലി. അപ്പോൾ ഇതിലെ നമ്പറുടെ കാരണം ഇവരെ ഫോണിൽ അധികം SPക്ക് വിളിക്കാൻ പറ്റില്ല, വേറെയുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ എന്താണ് ഇയാളുണ്ടായിരുന്നല്ലോ, അപ്പം നമ്മൾ മരിച്ച പാകിസ്ഥാനിന് അമേരിക്ക പൊക്കിക്കൊണ്ട് കൊന്ന നമ്മളെ പഴയ ഒസാമ ബിൻ ലാദൻ. ഇതിപ്പോ ദാവൂദ് ഇബ്രാഹിം എന്നൊന്നും വിടുകയാണ്. ഒസാമ ബിൻ ലാദന് കാരണം ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്ന് എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇവര് ഇദ്ദേഹം ഈ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളവർക്ക് ദൂതന്മാരായിരുന്നു. കമ്മ്യൂണിക്കേഷൻ 500-1000 കിലോമീറ്റർ ആളുകൾ ഒരു 100 കിലോമീറ്റർ എടുത്ത് നടക്കും. അവിടുന്ന് ഇത് വേറൊരുത്തർ കൈമാറും.
നമ്മളൊന്ന് വായിച്ച ആ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനെ കുറിച്ച് വായിച്ചതുപോലെ ആണ്. അതിൻ്റെ വേറെ ചെറിയൊരു രൂപമാണ്. ഇവർക്ക് ആവശ്യമുള്ള നമ്പറുകൾ, ഒഫീഷ്യൽ നമ്പറുകൾ അവർ ഒഫീഷ്യലായിട്ട് കൈമാറുന്നുണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകളുടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നമ്പർ കൊണ്ട് കൊടുക്കുന്നതും എടുക്കുന്നതും രൂപേഷ് എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട് അവിടെ. ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ പബ്ലിക്കായി ഇനി പറയല്ല നിവൃത്തിയില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്തേണ്ടി വരുന്നത്. രൂപേഷ് എന്ന് പറയുന്ന റൈറ്റർ, ഇവനാണ് ഈ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഇവരുടെ കൊടുത്തുവിടുന്ന നമ്പറുകൾ സ്വകാര്യമായി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതും അതിൻ്റെ കോൾ ഡീറ്റെയിൽസും അതിൻ്റെ ഇൻ്റർസെപ്ഷൻ വോയിസ് അജിത് കുമാറിനും ADGP സുജിത് ദാസിനും കൈമാറുന്നതിലെ പ്രധാന കക്ഷിയാണ് ആര്? ഈ പറയുന്ന രൂപേഷ് എന്ന റൈറ്റർ. ഇനി ഇവരുടെ ജോലി സ്പെസിഫിക് ആണ്, അത് ഞാൻ തരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്യുക എന്നുള്ളത്, ഇവരുടെ റാങ്ക്, ഇവരുടെ നെയിം, ഇവരുടെ യൂണിറ്റ്, ഡ്യൂട്ടി ഒന്ന് വായിക്കാൻ മതി. ഇന്റർസെപ്ഷൻ 1. എന്താ ഇന്റർസെപ്ഷൻ? എല്ലാവർക്കും മനസ്സിലായി. ഇന്റർസെപ്റ്റ് ചെയ്യുക, ഫോണിൻ്റെ ഉള്ളിലേക്ക് കയറുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇന്റർസെപ്ഷൻ. രണ്ടാമത്തത് അസിസ്റ്റൻസ് ഡ്യൂറിങ് ഫിസിക്കൽ സർവൈലൻസ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ഫീൽഡ് വർക്ക്. അങ്ങനെ ഒരു പണിയല്ല, ഇവരതിനോട് എണീറ്റ് പോരാടുത്. ഇവരെ പുറത്ത് കണ്ടാലല്ല. മൂന്നാമത്തെ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡെയിലി റിപ്പോർട്ട്സ് ഓഫ് SOG എന്ന് പറയുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ ഇന്റലിജൻസ് മെൻ. അതായത് ഇവരുടെ ഒരു ഇന്റലിജൻസ് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവിടെ ഇന്റേണൽ കൈകാര്യം ചെയ്യുന്ന ഒരു SOG ഓഫീസർ ഉണ്ടാവും. അയാളെ മോണിറ്റർ ചെയ്യാം. അനാലിസിസ്, അതായത് നമ്മളെ കോളിന്റെ ഡീറ്റെയിൽസ് CDR എടുത്തു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞവർക്ക് കൊടുക്കുക. അതൊക്കെ ലീഗലാണ്. അതന്നെയാണ് പണി. പക്ഷെ ആ കൂട്ടത്തിൽ എടുക്കുന്ന പണി 90% വരെ പണി എന്താ? ഞാൻ ആദ്യം സൂചിപ്പിച്ച മറ്റേ പണിയാണ്. പിന്നെ STMS റിലേറ്റഡ് വർക്ക്, അതിപ്പോൾ ഈ ഇവരുടെ സിസ്റ്റത്തിന്റെ ഭാഗം. അസൈനിങ് ഫീൽഡ് സർവൈലൻസ് ഡ്യൂട്ടീസ്, വെരിഫിക്കേഷൻ ആൻഡ് പ്രൊഫൈലിംഗ് റിലേറ്റഡ് വിത്ത് ഇന്റർസെപ്ഷൻ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇവർക്ക് എന്തെങ്കിലും ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ നമ്പറിൽ വേറെ എന്താ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അസൈൻ ചെയ്തിട്ട് അവിടുത്തെ SOG അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കാം. പ്രിപ്പയറിംഗ് ആൻഡ് സബ്മിറ്റിംഗ് വീക്ക്ലി ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ ഓരോ ആഴ്ചയും ചോർത്തിയ. എട്ടാമത് മോണിറ്ററിംഗ് നാഷണൽ ഓർഗനൈസേഷൻ പ്രോഗ്രാംസ്, മൂവ്മെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ആൻഡ് മീറ്റിംഗ്സ്. അപ്പം ഇതിന് അധികാരപ്പെടുത്തിയിട്ടുള്ള, അതിനധികാരമുള്ള ആളുകളെ ഈ പറയുന്നത് പോലെ ഇനി ഇതേപോലെ ഇതിന്റെ ഇന്റർസെപ്ഷന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം നിൽക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു വലുതാണ്, കേരളത്തിലല്ല, കൊണ്ടോട്ടി അരീക്കോടുള്ളത്. പിന്നെ അത്യാവശ്യം മോശമില്ലാത്തൊരു സിസ്റ്റം ഉള്ളത് കൊച്ചിയിലാണ്, ഇവരുടെ ഇതിൽ ATS. ഇവിടുന്ന് ഈ ചങ്ങാതി ഹൈദരാബാദിലോ മറ്റേ നമ്മുടെ എന്താ താനൂർ കേസ് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ പോയി 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ ATSന്റെ തലവൻ ഈ ചങ്ങാതി ആര്? സുജിത് ദാസ്. ഇതാണിതിലെ ഭയങ്കര സംഭവം. ഇപ്പൊ ഈ ഇങ്ങോട്ട് ആലപ്പുഴ എന്താ പത്തനംതിട്ടക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന 5-6 മാസങ്ങൾ ഈ ATSൽ ഇരിക്കുക. അതിന്റെ ഫോൺ കോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, സാറേ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് പോയി ഹൈദരാബാദിൽ പോയി പിന്നെ വന്ന് ഞാൻ ആ ATSന്റെ മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ 3 മാവോയിസ്റ്റുകളെയും പിടിച്ചു കൊടുത്തു. എന്റെ ഫോൺ കോൾ നിങ്ങൾക്ക് കേൾക്കാം. ഈ ചങ്ങാതിയായിരുന്നു ഈ പറയുന്ന ATS ഇന്റലിജൻസ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഹെഡ്. ഏതായാലും മഹേഷൊക്കെ ഒന്ന് ഫോൺ ഞെക്കിയത് മനസ്സിലായില്ലേ? തമാശല്ല. നമ്മളെ ഭാര്യമാരോട് പോലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാല് ഇവരിരുന്ന് ആസ്വദിക്കല്ലേ? നിങ്ങൾ നാലേക്ക് ദേശീയ സുരക്ഷയൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മളെ ഭാര്യമാരോടോ കാമുകിമാരോടോ ഇഷ്ടപ്പെട്ടവരോടൊന്നും സംസാരിക്കാനും പറ്റില്ല. ഇവരിരുന്ന് എൻജോയ് ചെയ്യാണ്. ഇനി എന്താന്ന് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, ഇത് പരിശോധിക്കട്ടെ. മനസ്സിലായില്ലേ?
എവിടെ അത് നടക്കണം? ആഫ്രിക്കയിലല്ല, നോർത്ത് ഇന്ത്യയിലല്ല. ഇത്രയും വിദ്യാസമ്പന്നരായ ഗവൺമെന്റിന്റെ മോണിറ്ററിംഗ് ഉള്ള ഒരു സംവിധാനത്ത് ഇന്ന് ഞാൻ പത്രം എടുത്തില്ല, ഇന്ന് സൈബർ എന്താ പറയാ പ്രവർത്തനത്തിന് ആ വാക്കിന് കിട്ടുന്നില്ല. സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനത്തിന്റെ അവാർഡ് നമ്മളെ സ്റ്റേറ്റ് കിട്ടിയിരിക്കുക. അപ്പൊ സത്യസന്ധമായ ഒരു സൈബർ വിങ്ങോടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയിലെ അവാർഡ്, ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കുള്ള അവാർഡ് ഇന്ന് കേരളത്തിന് കിട്ടിയ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആണ് നമ്മളെ സൈബർ വിങ്, അത്രയും സത്യസന്ധമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഇടയിലാണ് ATS ഉപയോഗിച്ചുകൊണ്ട് ഈ പണി മുഴുവൻ അവർ നടത്തുന്നത്. ആന്റി ടെറർ സ്ക്വാഡിനെ ഇന്റർസെപ്റ്റ് സംവിധാനം എടുത്തിട്ട്. അപ്പോ ഇനിയും വരും, ഇനി വരാനുള്ളത് എനിക്ക് തന്നെ പേടിയുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെയൊക്കെ കിട്ടിയ 1-2 വിവരങ്ങൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല പേടിച്ചിട്ട്. പല വഴിക്കും നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വിശ്വസ്ത സുഹൃത്തുക്കളൊക്കെ അന്വേഷിച്ച് നടന്ന് അവിടെ കൊടുത്ത് ഇവിടെ വന്ന് വേറെ അതിലെ വന്ന് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് മുമ്പിലേക്ക് വരുന്നത്. അതിനൊക്കെ എന്താ കാരണം? ഈ ചങ്ങാതി ആ കസേരയിൽ ഇരിക്കുന്ന തന്നെ പേടി തന്നെയാ. നല്ല പേടിയുണ്ട് ഉദ്യോഗസ്ഥർക്ക്, നല്ല പേടിയുണ്ട്. അപ്പോ ഈ ലെവലിലാണ് കേരളത്തിലെ ഈ പറയുന്ന സുജിത് ദാസിന്റെയും അജിത് കുമാറിന്റെയും എനിക്ക് 1-2 വളരെ കൃത്യമായ വിവരം കൂടി കിട്ടണം. അങ്ങനെ ഒരു സംഘം വളഞ്ഞിട്ട് ഈ കുഴൽപ്പണ ഇടപാടുണ്ടല്ലോ നമ്മൾ പറയുന്നത്, ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. ഇപ്പൊ അങ്ങനെ വരിക, പിടിച്ച പൈസ കൊണ്ടാണ് പോവാണ്. 10 പിടിക്കുമ്പോൾ 2 റിപ്പോർട്ട്. ആ 2 തന്നെ അതിന്റെ പകുതി റിപ്പോർട്ട് പൈസയുള്ളൂ. ഇന്നലെ രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഈ ഹാളിലൊരു ജാഥക്ക് ആളുണ്ട്. ഇതൊക്കെ ഈ ഇരിക്കുന്നിടത്ത് എന്താണ് ഒക്കെ കുഴൽപ്പണം, അവരെ പണം ഒരു തട്ടേ കേസാണ്. ഞാൻ പറഞ്ഞ മുന്നിക്ക് വരണം നിങ്ങൾ. ഇപ്പോ ഇന്ന് നിങ്ങൾ TV കണ്ടല്ലോ, ഏതോ ഒരു വാർത്തയിൽ കണ്ടു. ഇപ്പൊ ഞാൻ ആ സൈക്കിള് ഒന്നായിട്ട് വിഴുങ്ങിയ കേസ് പറഞ്ഞില്ലേ എയർപോർട്ടില്, കണ്ടോ? അപ്പൊ അതിലെന്താ പറഞ്ഞത്? അവരുടെ വക്കീല് എന്താ പറഞ്ഞത്? ആ സ്ത്രീ ഇതിലൊന്നും പെട്ട സ്ത്രീയല്ല, അതുകൊണ്ട് അവർ ഈ സൈക്കിൾ കൊടുത്തിട്ടില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ മീഡിയ വണ്ണിൽ വന്നു അവരൊരു ഇന്റർവ്യൂ വക്കീൽ. അപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുപോയപ്പോൾ അവിടെ വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടിയിൽ നിന്ന് ഒരു സൈക്കിൾ എടുത്തുകൊണ്ടാണ് അവർ കണ്ടിരുന്നത്. ആ സ്ത്രീയെ സംബന്ധിച്ച് നിവൃത്തിയില്ല, കാരണം അത് അക്നോളജ് ചെയ്ത് അതിന്റെ പേരിൽ കേസ് വരും എന്ന് പറഞ്ഞു കൊടുത്തോണ്ടോ. ഏതായാലും പഠിച്ചവൻ കാത്ത് സൈക്കിൾ കൊണ്ടുപോകണം അവർ കണ്ടിരുന്ന വക്കീൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞു ഈ സാധു സ്ത്രീ കൊടുന്നത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ ഇനിയിപ്പോ അന്വേഷണത്തിൽ തെളിയല്ലോ. അപ്പോ ഈ രീതിയിൽ ഇവര് ഈ തെളിവുകൾ വായിക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ പൊന്നാനി സഖാക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ സൈനബാനെ നിങ്ങൾ നോക്കണമെന്ന്. ഈ സ്ത്രീ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം ഈ CI പീഡിപ്പിക്കുമ്പോ ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു CIന്റെ പേര്? വിനോദ്. കഷ്ടകാലത്തിന് ഇന്നലെ ചെല്ലുമ്പോ കോട്ടക്കൽ മൂപ്പരാണ് CI. നല്ല ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് ഞാൻ വിളിച്ചപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റുക നിങ്ങൾ ചെയ്യാം. ഞാൻ ആവശ്യപ്പെട്ടു അല്ല, അതൊന്നും എനിക്കറിയില്ല. ഒരാളായിട്ട് സംരക്ഷിക്കില്ല. ഇതൊരു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയല്ലേ. ഈ സംഗതികൾ കൂടി ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും ഇത് സംഗതി സീരിയസ് ആവല്ലേ, വളരെ സീരിയസ് ആവല്ലേ. തമാശന്ന് വിടല്ലേ. എങ്ങോട്ടേക്കാണ് ഈ പോണത് ഈ നാട്? ആരാവര്? ഇപ്പൊ ഇനിയിപ്പോ ഈ പറയുന്ന, ഞാൻ പറയുന്നില്ല, കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവര്, രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് അന്വേഷിക്കട്ടെ ചോർത്തിയ ഫോണുകള്. അതല്ല ഇവർക്ക് ആര്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 ചില്ലാനം കൊല്ലം ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ
പച്ചയായി ഇങ്ങനെ കൊള്ള നടത്തി സ്വർണം കവർന്നു പോണെങ്കിൽ എന്താ അവരുടെ ധൈര്യം? ഇങ്ങനെ പബ്ലിക്കായിട്ട് നടന്നിട്ട് എവിടെയായിരുന്നു ഈ ഇന്റലിജൻസ്? ഒരു ദിവസം 2 ദിവസം 6 മാസവുമല്ല, 3 കൊല്ലം ഉത്തരവാദിത്തമില്ല. പറ്റുമോ? കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറുക്കുന്നവൻ പറയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അത്ര പബ്ലിക്കായിട്ടായി നടന്നിരുന്നത്. ആരും ചോദിക്കാനും പറയാനില്ല. ഇവിടെ ഒന്നും ഇല്ല. ഈ കൊണ്ടുവരുന്ന കാരിയർമാരെയും അവരെ ബന്ധപ്പെട്ടവരുടെയും രാത്രി വീടുകളിൽ പോയി മുട്ടുക. ഡാൻസ് ഓഫ് സ്ത്രീകളുടെ മക്കൾ ഇതിൽ കുടുങ്ങിയത്. സ്ത്രീകൾക്ക് ഒക്കെ കുടുംബിനികളായി ജീവിക്കുക, പുറത്തു വരാൻ കഴിയുന്നില്ല. രാത്രി വീടിന്റെ മുകളിൽ, ടെറസിന്റെ മുകളിൽ കയറിയിട്ട് വാട്ടർ ടാങ്ക് പൂട്ടുക. കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? എന്നിട്ട് വെള്ളം കഴിഞ്ഞെങ്കിൽ അത് നോക്കാൻ വരുമോ? എന്താ പറയുക ഉദ്ദേശം? എത്ര കുടുംബങ്ങളില് ഇവരുടെ ഈ സെക്സ് ചാറ്റുകൾ, വേണ്ടാത്ത വീഡിയോകൾ സ്ത്രീകൾക്ക് അയച്ചു കൊടുക്കുക. മാന്യമായി ജീവിക്കുന്ന കുടുംബങ്ങള്. ഇത് നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ഇവര്. അത്ര വലിയൊരു ക്രിമിനൽ സംഘത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഒരു പാരലൽ ഈ സംഘത്തെ. നിങ്ങൾ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് പ്ലീസ്. നോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, നോ ആൻസർ ഫോർ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ ചെറിയ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയ എല്ലോലും ഇല്ലാത്തവരൊക്കെ എൻ്റെ കൂടെയാണ്. ബേസിക് ഞാനൊരു സഖാവാണ്. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ, കാരണം അതിലേക്ക് പോകാൻ ഞാനില്ല. നിങ്ങൾ അൻവർ പിൻവാങ്ങിന്നോ? ആരെങ്കിലും പിന്തുണ ഇല്ലാതെ പൊന്നാര സുഹൃത്തുക്കളെ ഇത് നടക്കുമോ? ഈ കോലത്തിലുള്ള തമ്മാടിത്തം, ഗുണ്ടായിസം. ആരാ അവന്റെ സംരക്ഷകൻ? പരിശോധിക്കപ്പെടണ്ടേ? അല്ലെ സൂചന കോമൺ സെൻസ് പോരെ? എന്റെ മാഷെ, ഒരു കുരുക്കാൻ നോക്കുന്ന ഉറപ്പല്ലേ? ഒരു പല സ്ഥലത്തും പോകുന്നുണ്ട്. ഇപ്പൊ പഴയ എന്താ പറയാ 1993 95 മനാഫ് കൊലക്കേസ് അടക്കം എന്റെ ജീവചരിത്രം ഒരു ക്രോഡീകരിച്ചിട്ട് വലിയൊരു സിനിമ വരാൻ പോകുന്ന പോലത്തിൽ വരാൻ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? വരട്ടെ. അല്ലെ ഞാൻ നല്ലവനാണ് എന്ന് നിങ്ങൾ എഴുതണ്ടെന്ന് പറഞ്ഞതാ. എനിക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതുണ്ടെങ്കിലേ ഞാൻ പേടിക്കേണ്ടേ ഉള്ളൂ. അപ്പം അതൊരു സിനിമ പോലെ വരാൻ പോകുന്ന പല സ്ഥലത്തും ഇവര് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. വരട്ടെന്ന്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ മതി. അതല്ല, MLA ഒന്നും കുരുക്കിയിട്ട് അപ്പൊ അതൊന്നും മോൻ കുരുക്കിയിട്ടൊന്നും കുരുങ്ങില്ല. ആളുകൾ നിയമത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കാറുണ്ടല്ലോ ചില ഘട്ടത്തിൽ. അവിടത്തേക്ക് അവരെത്തിക്കാഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അതായത് സർക്കാരിന് പ്രതികൂലമായി വരേണ്ട, അനുകൂലമായി വരേണ്ട സംഗതികളെ തീർത്തും പ്രതികൂല, അതിലൊക്കെ RSSനെ സഹായിക്കാനാണ്. ഇപ്പൊ ഈ ഞാനിവിടെ പറയാൻ പോകുന്ന, പുറത്തു വിടാൻ പോകുന്ന കേസുകളുടെ പരിശോധനയിൽ ഇവർ അട്ടിമറിക്കപ്പെട്ട കേസ് പരിശോധിച്ചാൽ അത് മുഴുവൻ RSSനെ സഹായിക്കാനാണ്. അതാണ് അതിൽ വേറെ രസം. അപ്പൊ അത് പച്ചയായ സംഗതിയല്ലേ? ഇല്ല, വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തിൽ വളരെ സത്യസന്ധരായ ഓഫീസർമാരവിടെ നമുക്കറിയാം. IPSകാരും അല്ലാത്തവരുമായ ഏത് മടയിൽ പോയും ആ സത്യം കണ്ടെത്താൻ ശേഷിയുള്ളവരുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അത്തരത്തിലുള്ള ടീമുകൾ പറയാം. ഈ 10 കൊല്ലം 15 കൊല്ലം പഴക്കല്ലോലല്ല പറയുന്നത്. പുതിയ ടീമുകൾ വനിതവരുണ്ടെങ്കിൽ അവര് ആ ഒരു സത്യസന്ധമായ ആ ജോബിൽ പ്രവേശിക്കുന്നുണ്ടാവുക, ആ ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ അവർ വരിക. അങ്ങനത്തെ ഉദ്യോഗസ്ഥർ വരട്ടെ. അതിനൊന്നും ഈ ചങ്ങാതിയൊക്കെ സ്ഥലത്തിരുന്നിട്ട് ഈ പണിയൊന്നും നടക്കൂല. അതായത് എന്നെ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഞാൻ IG കൊടുക്കും. ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സിൻസിയർ ആയിട്ടാണ് ആ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. വേറെ കാര്യം കൂടി,
ഇനിയിപ്പം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കാൻ പോകുന്ന വേറൊരു സംഗതി, ഈ ഇതുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ മാവോയിസ്റ്റ് ഗ്രൂപ്പ് സ്പെഷ്യൽ ഓപ്പറേഷൻ SOG വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം ഇതില് സത്യത്തിലൊരു ഒരു കൃത്യമായ ഓഡിറ്റിംഗ് പോലും ഇല്ല. അവരൊക്കെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജിൽ അവർ പറയുന്നത് അവർക്ക് സേഫ്റ്റി ഉണ്ടാവുമെങ്കിൽ അവർ പറയും. അവര് കാരണം അവർക്കൊരു ഫീല് വേണം അവരെ സംരക്ഷിക്കുന്നത് ഉണ്ടെങ്കിൽ പറയും. വ്യാപകമായ കോടികൾ, ഇതൊരു കണക്കില്ല. ഞാനും പണ്ട് വിചാരിച്ചിരുന്നു ഇങ്ങനെ ഈ ചില പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ കാലുപിടിക്കും, എന്തിനാണ് ഈ ടീമിലായി കിട്ടാൻ വേണ്ടിയിട്ട്. സത്യം ഞാൻ വിചാരിക്കും ചെങ്ങന്മാർ വെടിയുള്ള ഈ കാട്ടിക്ക് പോകുന്നത് എന്താ പത്ത ഇൻട്രസ്റ്റ്. അപ്പം അവരോട് ചോദിക്കും, അല്ല എന്താ ഇപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ്? അല്ല സാറേ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ കണക്കൂട്ടി. ഇതിപ്പോൾ എന്തായാലും വെടികൊള്ളാൻ പോവുകയാണ്. കാരണം വെടിവെപ്പ് ഇവിടെ വയനാട്ടിൽ നിലമ്പൂരൊക്കെ ഉണ്ടായി, പലരും മരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ഇവരെന്തിനാ അതിന്റെ പിന്നാലെ കൂടുന്നത്? അപ്പോഴാണെങ്കിൽ സത്യത്തിൽ ആ കാര്യം മനസ്സിലായി. 25,000 ഒരു അറിവ് എനിക്കില്ല. ഞാനത് ആ പോസ്റ്റ് ഇനി നമ്മൾ ക്ലാരിഫൈ ചെയ്തല്ലോ. ഞാൻ അതിന്റെ സത്യത്തിൽ അപ്പം പിന്നെ കൂടാൻ പോയിട്ടില്ല. ഇത് ഈ ചങ്ങാതി പച്ച BJP RSS എന്ന് ആർക്കും അറിയാത്തത്. ഈ ഗവൺമെന്റിനെ തകർക്കാനും സഖാക്കളെ കേസ് കൊടുക്കാനും നാട്ടിൽ അനാവശ്യ പെറ്റ് കേസുകൾ ഉണ്ടാക്കാനും ഈ മണ്ണും മണലും പിടിച്ച് മനുഷ്യരുടെ ഈ എന്താ പറയുക സാധാരണക്കാരുടെ ജീവിതം മുട്ടിക്കാനും ഒരുത്തൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിക്കൂടെ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ IB വരണോ? കേവലം സാധാരണക്കാരായ ഈ നാട്ടിലെ കോമൺ സെൻസിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലേ? ഇതൊരു ഗവൺമെന്റിന്റെ നയല്ലല്ലോ, CPMന്റെ നയല്ലല്ലോ. CPMന്റെ നയം എന്താ? ഈ മനുഷ്യരെ സഹായിക്കാന്നാ, പാവങ്ങളെ സഹായിക്കുക. പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ബുദ്ധിമുട്ടിൽ നിന്ന് പോലെ പ്രതിസന്ധിയിലാക്കാനും കള്ളക്കേസെടുത്ത് മനുഷ്യരെ കൊടുക്കിയിട്ട് സകല ആളെയും സർക്കാരിന് എതിരാക്കാൻ നേർക്ക് നേർ നിന്ന് നേതൃത്വം നൽകുമ്പോ അതന്നെ ക്ലിയർ അല്ലേ ഇയാളിതിനെതിരാണെന്നുള്ളത്? രാമാധവനെ കണ്ട സമയത്ത് ഒരു മന്ത്രിയുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു ഇൻഫോർമേഷൻ. അല്ല, ഞാൻ എന്റെ അറിവിൽ 2-3 തന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിയിലെല്ലാ വിവരം ഞാൻ അറിഞ്ഞില്ല. തന്ത്രിമാരുണ്ടായിരുന്നല്ലോ. അതറിയില്ല. ഞാൻ ഇപ്പൊ എന്റെ അഭിപ്രായം എപ്പോഴല്ല പറഞ്ഞത്. എഴുതി കൊടുക്കും. ഞാൻ പോകുന്നുണ്ട്. പറ്റിയ നാളെ തന്നെ തിരുവനന്തപുരത്ത് പോകും. കാരണം എനിക്ക് പ്രമാദമായ അതല്ല, ഞാൻ ഈ കാര്യങ്ങൾ പറയും. എന്റെ അഭിപ്രായം മാറ്റണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് തന്നെ ഞാൻ എഴുതി കൊടുക്കും. എന്താർക്കും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഐ വിൽ ഡു ഇറ്റ്. അത് എന്റെ ഫീലിംഗ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഫോൺ ചോർത്തി നടക്കുന്നു, സ്വർണ്ണ തട്ടി നടക്കുന്നതിന് വലിയ തോതിലുള്ള പല കുറ്റകൃത്യങ്ങളും പറഞ്ഞു. ഈ സമയത്തൊക്കെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യാണെന്നുള്ള ചോദ്യം ബാക്കിയില്ലേ? ജനങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഭരണ സംവിധാനം പരാജയപ്പെടുന്ന ഒരു അവസ്ഥ കൂടി എത്തുന്നില്ലേ? ഒന്നുമില്ല. വിശ്വസ്തര് ചതിച്ചാലും നിവൃത്തിയില്ല. നമ്മളെയൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആ വിശ്വസ്തർ അത് ചതിച്ചാൽ ആർക്കും രക്ഷയില്ല. മുഖ്യമന്ത്രിക്കും രക്ഷയില്ല, പ്രധാനമന്ത്രിക്കും രക്ഷയില്ല, പ്രസിഡന്റിനും രക്ഷയില്ല. നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന് നമ്മളെ ഭാര്യ മക്കളോ നമ്മളെ ചതിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മിനിറ്റ് പറയട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സഹിക്കുക. അത് മനസ്സിലാകുമ്പോഴേക്കും ചിലപ്പോൾ ജീവൻ പോയിട്ടുണ്ടാവും. അതൊരു മനുഷ്യന്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ തന്നെ പ്രശ്നം. ഏറ്റവും വിശ്വസ്തര് ചതിക്കാണ്. അപ്പം ഇങ്ങനെ ഒരു കാരാക്കൂസ് സംഘം ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് ആരെങ്കിലുമൊക്കെ അതൊക്കെ പരിശോധിക്കട്ടെ. പാർട്ടിയും സംവിധാനവും ഗവൺമെന്റ് ഒക്കെ ഉണ്ടല്ലോ. ആ പണിയും കൂടി എന്നെ ഏൽപ്പിക്കരുത് നിങ്ങള്. അയാൾക്കല്ലാതെ അയാളുടെ ദൂതനാണ് പറയാൻ പറ്റും. മാഷെ പ്രതിപക്ഷ നേതാവിന്റെ ദൂതനാണ് DGP എന്ന് പറയാൻ പറ്റില്ലോ. മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് അത് തന്നെ. അല്ല, അത് ഞാൻ ഇപ്പോഴാണ് ഈ കാര്യത്തിൽ നിലപാട് കുറെ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. ADGP അജിത് കുമാറിന്റെ കാര്യത്തിൽ നിലപാട് ഞാൻ പറയുന്നത് ഇപ്പോഴാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെ ഈ ചങ്ങാതി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അടിച്ചു പാരുന്ന ആ സ്ത്രീന്റെ നമ്പർ വരെ എന്റെ അടുത്തുണ്ടെന്നല്ലേ
ഈ അജിത് കുമാർ പറഞ്ഞത്? അതിനെന്താ മനസ്സിലാക്കേണ്ടത്? ഇവരെ അന്വേഷിക്കട്ടെ. പരാതി എഴുതി നിൽക്കുന്നു പറഞ്ഞിരുന്നല്ലോ. എങ്ങനെ പി ശശിക്കെതിരായ പരാതി എഴുതി നിൽക്കുന്ന കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. പരാതി നൽകിയോ? ഇല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല. ഞാൻ അന്നത്തെ എനിക്ക് ഇനിയും പരാതികൾ പലതും പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുണ്ട്. അതിൽ ആരൊക്കെ ഉൾപ്പെടുത്തുന്ന പൊന്നാര മാഷെ, ഒരു പോലീസുകാരനൊന്നല്ല, നിരവധി പോലീസുകാർ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചാലേ കേട്ടിട്ടുള്ളൂ. ആത്മഹത്യ ചെയ്ത് അതൊക്കെ വരാൻ നിൽക്കുന്നു. മാത്രമല്ല, ഒരു പോലീസുകാരി, ഒരു ഉദ്യോഗസ്ഥ ഒരു കേസന്വേഷണത്തിന് അന്യ സംസ്ഥാനത്ത് പോയി അപകടത്തിൽപ്പെട്ടിട്ട് എമർജൻസി സർജറി ആവശ്യപ്പെട്ട് കൂടെ പോയ പോലീസ് ഓഫീസർ ഈ അജിത്, എന്താ പറയാ, സുജിത് ദാസ്, ഇവിടുന്ന് മലപ്പുറത്ത് പോയതാ, മൈസൂര്. 5 പൈസ അയച്ചെടുത്തില്ല. എന്നിട്ട് വേറെ ഒരു സബോർഡിനേറ്റ് ഇവിടെ കൂടെ പോയല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മൈസൂര് നമ്മൾ കച്ചവടം നടത്തുന്ന ഹോട്ടലിൽ കിടന്ന പല മലയാളികളുണ്ട്. ഒരു ബന്ധമല്ല, അവനെ വിളിച്ച് അർജന്റായിട്ട് 50,000 റുപ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ 6:30 മണിക്കോ 7 മണിക്കോ ആക്സിഡന്റ് ആയ സ്ത്രീയെ ഈ സർജറി നടത്താതെ 9:30 മണിക്ക് വേറൊരു മനുഷ്യത്വപരമായിട്ട് ഒരു ഓഫീസർ ഇടപെട്ട് ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് ആ സ്ത്രീനെ സർജറി നടത്തുന്നു. ആ സ്ത്രീ മരിച്ചു അറിയാമെന്ന്, അന്ന് രാത്രി മരിച്ചു. വരാൻ പോവാണ്. എന്തോ ഒരു ക്രൂരത നിങ്ങളെന്ന് ആലോചിക്ക്. ഉത്തരവാദി ആര്? സുജിത് ദാസ്. ആ കുടുംബം രംഗത്ത് വരാൻ പോവാ. അപ്പൊ അതിനൊക്കെ വിശദാംശങ്ങൾ നമ്മൾ കേടിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ പേടിപ്പിക്കുക. കാരണം എന്താ പറയുക, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊപ്പം മരിച്ചല്ലോ, നമ്മുടെ ശ്രീകുമാറല്ലേ, 10 എൻ്റെ നാട്ടുകാർ. അവരിപ്പോ എന്താ ചെയ്ത്? കാരണം അപ്പൊ അവർക്ക് സർക്കാരിൽ അവർ ജോലി കിട്ടും, അവരവരെ കയ്യിലാക്കും, ഫാമിലികളെ കയ്യിലാക്കും. ഇവിടെ ഈ പരപ്പനങ്ങാടിത്തും ഈ സ്ത്രീന്റെ സ്ഥിതി തന്നെയാണ്. പക്ഷെ അതിന്മേ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം അവിടെ എന്താ പറയാ രംഗത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേറെ എന്താ പറയാ, ഇതൊന്നും കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഇതന്നെ ഒരു വഴിക്കാവാണ്ടല്ലോ. ഈ MDMA കേസ് എത്ര, നിങ്ങളൊക്കെ തന്നെ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും, എത്ര ചെറുപ്പക്കാരെയാണ് നേർക്ക് നേരെ കൊടുക്കുകയാണ്. അപ്പൊ അത് സെക്ഷൻ വേറെ, നമ്മൾ വലുത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചെറുത് നമുക്ക് പിടിക്കാം. അല്ല, അവന് ഓർമ്മയാവുന്ന ഇത്ര മെയിൻ ആളുകളുടെ മാത്രം, അതാണ് അവന് കേൾപ്പിച്ചെടുത്തത്. അല്ലാതെ ഇപ്പം അല്ലാത്തവരൊന്നും അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് TV-യിൽ വരുന്ന പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ആയിട്ടുള്ള ആളുകളിൽ പെട്ടതാണ്. അതൊന്നും ഇപ്പം ഞാൻ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. നമുക്ക് നോക്കാം. എല്ലാ ബോർഡറിലും ഉള്ളതാണ്. അല്ല, അത് ATS ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിനല്ലേ ഈ പറയുന്ന UAPAയുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന കാര്യങ്ങൾ. മറ്റതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ മണൽ പിടിക്കലും ബാക്കിയുള്ളത് മണ്ണ് പിടിക്കലും പെണ്ണ് പിടിക്കലുമായിട്ടുള്ള സംഗതികളാണ്. അപ്പം ഇതില് നിങ്ങൾ നിർത്തിയോ? അത് നമുക്ക് പിന്നെ പറയാം. എന്താ ഞാൻ ഇപ്പൊ പറയുന്നില്ല, പോട്ടെ, നമുക്ക് പറയാം. ഞാൻ സാധനം വന്നപ്പോ പോകണ്ട, എടുക്കട്ടെ. അപ്പം അവസാനം കഴിയാം.